വീണ്ടും ഗുരുവായൂരിലേക്ക് പോവുകയാണ്. പുതിയ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇല്ലംനിറ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വർഷത്തെ. ഇനി അതുപോലെ തന്നെ വൈകി പുത്തൻപുലരി കണ്ടു തുടങ്ങിയവർക്കായിട്ടാണെങ്കിൽ ഒന്നുകൂടി പറയാം, പ്രസിദ്ധമായ ഇല്ലം നിറയാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയായിരിക്കും. ചടങ്ങിൻ്റെ ആദ്യ കൊയ്ത്തിൻ്റെ നെല്ല് കർഷകർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഇന്ന് രാവിലെ 6:18 കൊടിമര ചുവട്ടിൽ ചടങ്ങ് ആരംഭിച്ചത്. അത് 7:54 വരെ, അത് ഇനി കഷ്ടിച്ച് 5 മിനിറ്റ് കൂടി മാത്രമേ മുഹൂർത്തമുള്ളൂ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഹൈക്കോടതി അനുവാദത്തോടെ ഇത്തവണ കൊടിമര ചുവട്ടിലാണ് ഇല്ലംനിറ പൂജ നടത്തുന്നത്. അത് ഹൈക്കോടതി അനുവദിച്ചു എന്നുള്ളതല്ല, കൊടിമര ചുവട്ടിൽ നടത്തരുത്, നമസ്കാര മണ്ഡപത്തിൽ നടത്തണം എന്നുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടാതെ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം അംഗീകരിച്ചത്. അതനുസരിച്ച് പോകട്ടെ. കാര്യം തന്ത്രിയോട് ദേവഹിതവും ദേവസ്വം ബോർഡിനോട് ഭക്തജന സൗകര്യവും തിരക്കിയ ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എല്ലാവർക്കും സൗകര്യത്തിനായി ഇല്ലംനിറ കൊടിമര ചുവട്ടിൽ തന്നെ നടക്കട്ടെ എന്നാണ്. ഈ ഇല്ലംനിറ കൊടിമര ചുവട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഈ മാസം 7-നായിരുന്നു. നെൽക്കതിർ കറ്റകൾ കൊടിമര ചുവട്ടിൽ ബലിക്കരലിന് അരികെ വെച്ച് പൂജ ചെയ്താൽ പന്തീരടി പൂജ പെട്ടെന്ന് കഴിക്കാനും അതുവഴി പുലർച്ചെ 5 മുതൽ ഭക്തർക്ക് ദർശനം സൗകര്യമുണ്ടാക്കാനും. നമുക്കറിയാം എന്തൊരു വലിയ ക്യൂ ആണ്. ഒരുപക്ഷെ ഏറ്റവും ക്ഷമയോടുകൂടി ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച ഗുരുവായൂരിലും ശബരിമലയിലും ഒക്കെയാണ് കാണുന്നത്. എന്തായാലും ആ ചടങ്ങ് തുടങ്ങി. മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, രാവിലെ 7:18 തുടങ്ങിയ ചടങ്ങുകൾ 6:18 തുടങ്ങിയ ചടങ്ങുകൾ 7:54 വരെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതാനും നിമിഷം കൂടിയേ ഇത് ബാക്കിയുള്ളൂ. എന്താണ് ഇല്ലംനിറ എന്നും അതിൻ്റെ ഒരു പാരമ്പര്യവും അതിൻ്റെ ഒരു ആചാരവും ഒക്കെ ഒന്ന് പറയുമോ? പ്രദീപിള്ള, ഇല്ലംനിറയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 6:18 ആരംഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7:54 വരെയാണ് മുഹൂർത്തമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് ഭക്തിസാന്ദ്രമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ കർഷകരൊക്കെയും അവരുടെ ഒരുപിടി ഈ കതിർക്കറ്റകളുമായി ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ അഴീക്കൽ മനയം പാരമ്പര്യ അവകാശികളാണ് സാധാരണയായി ഓരോ വർഷവും ഇല്ലംനിറയ്ക്കായുള്ള കതിർക്കറ്റകൾ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കതിർക്കറ്റകൾ ഈ ഗുരുവായൂരപ്പന്റെ നടയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഈ മേൽശാന്തിയും അതോടൊപ്പം തന്നെ കീഴ്ശാന്തിമാരും ചേർന്ന് ഈ കതിർക്കറ്റകൾ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാണ് മറ്റ് പൂജകൾ നടത്തുക. കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ വരിവരിയായി ഈ കതിർക്കറ്റകൾ സമർപ്പിച്ചിരുന്നു. ഈ ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി ഒരുപിടി ഈ കതിരുകൾ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്തിൽ ചാർത്തിയാണ് ഈ പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് അതിനുശേഷം പ്രസാദമായി നൽകുന്നതോടെയാണ് ഈ ചടങ്ങുകൾക്ക് സമാപനമാകുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യവും ഈ ഒരു ഭക്തജന തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രത്യേക ചടങ്ങ്, അതായത് എല്ലാ വർഷവും നടക്കുന്ന ഇല്ലംനിറ, അത് കാണാൻ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തിരക്കും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിമര ചുവട്ടിൽ ഇപ്രാവശ്യം നടത്താം എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഹൈക്കോടതി തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള, അതായത് മണ്ഡപത്തിൽ നടത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാലും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഭക്തർക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ അത് നടത്തണമെന്നുള്ള ഒരു തീരുമാനം, അതിൽ തന്നെയാണ്. മറ്റ് നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയാലും ഭക്തജനങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാർഷിക സമൃദ്ധിക്കും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും ചിങ്ങമാസം പുലർന്നു. ഈ ചിങ്ങമാസത്തിലെ ഓരോ കാര്യങ്ങളും അത് ആദ്യം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ കർഷകർക്കും ആദ്യ കതിർക്കറ്റുകൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഈ ഒരു കാർഷിക രംഗത്ത് മുന്നോട്ട് പോവുക, അതോടൊപ്പം തന്നെ സർവൈശ്വര്യം ലഭിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ്. അതൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം 1200ഓളം കതിർക്കറ്റകൾ ഇതുപോലെ തന്നെ ഈ ഇല്ലംനിറയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്രാവശ്യവും അതിനോട് അടുപ്പിച്ച് തന്നെ കതിർക്കറ്റകളുണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും ഇനി ഇത് കഴിഞ്ഞ ശേഷം തൃപ്പുത്തരി ചടങ്ങുണ്ട്. ആ തൃപ്പുത്തരി ചടങ്ങിനും ഇതുപോലെ തന്നെ നിരവധി പേർ പങ്കെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ഈ ഓഗസ്റ്റ് 28 രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിൽ തൃപ്പുത്തരി നടക്കുക. പുന്നല്ലിന്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും
ഗുരുവായൂരപ്പന് നിവേദിക്കുന്നതാണ്. അന്നേ ദിവസത്തെ വിശേഷ പുത്തരി പായസവും പ്രധാനം തന്നെയാണ്. എന്തായാലും ആ ചടങ്ങിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായി ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇല്ലം നിറ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രസിദ്ധമാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇല്ലം നിറ കാണുവാനും ദർശിക്കുവാനും അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം നേടുവാനുമായി. എന്തായാലും ഈ ഒരു ചടങ്ങ് വളരെയധികം ഭക്തിസാന്ദ്രമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഈ അവസാന ഘട്ടത്തിൽ 7:54 ആയിരിക്കുന്നു. ഇപ്പോഴേക്കും ഈ ഒരു കതിർക്കറ്റകളൊക്കെ ഉള്ളിലെത്തിച്ച് ചടങ്ങുകൾക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ചടങ്ങുകളൊക്കെയും ഈ ഒരു മുഹൂർത്തത്തിലാണ് നടക്കുക. പ്രദീപിള്ള. ശരി മനോജ്, അനു കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു. ഇപ്പൊ നിറപുത്തരി മിസ് ചെയ്തതിന്റെ ഒരു വിഷമമുണ്ടെങ്കിൽ ഇന്ന് ഇല്ലനിറയോടുകൂടി അത് പൂർത്തിയായി. അത് വളരെ വിശദമായി തന്നെ മനോജ് അത് പറഞ്ഞു. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ വിശ്വാസവും കൃഷിയും ഐശ്വര്യവും ചിങ്ങപ്പുലരിയും ഒക്കെ കൂടി ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുകയാണ് അല്ലേ. ചിങ്ങം 1 എന്നുള്ള ദിവസം ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിറപുത്തരി നടക്കുന്നു. ഇന്ന് ഗുരുവായൂരപ്പന്റെ നടയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇല്ലം നിറ എന്നുള്ള പേരിൽ അതേ ചടങ്ങ്. ഇത് ആദ്യ കതിർക്കറ്റ ഭഗവാന് സമർപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇനി ഓഗസ്റ്റ് 28-ന് തൃപ്പുത്തരിയുണ്ട്. ഈ പുന്നലിന്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും ഒക്കെ ഉണ്ടാക്കി ഭഗവാന് ഗുരുവായൂരപ്പന് നേദിക്കുന്ന ചടങ്ങാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ അതൊരു ഭാഗത്ത്. അതുപോലെ തന്നെ ഇതൊരു പാരമ്പര്യം ആയിട്ട് ഇപ്പോൾ പറഞ്ഞ അഴീക്കൽ മനയം ഈ 2 കുടുംബങ്ങൾക്കാണ് പാരമ്പര്യമായ അവകാശം. അവർ ഇന്നലെ തന്നെ ഈ കതിർക്കറ്റ അവിടെ എത്തിച്ചിരുന്നു ഗുരുവായൂരിൽ. ഇന്നലെ രാവിലെ 10 മണിയോട് കൂടിയാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഇത് ഏറ്റുവാങ്ങിയത്. തുടർന്ന് ഇന്ന് 6:18 മുതൽ 7:54 വരെയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞു എന്ന് ചുരുക്കം. ഈ മുഹൂർത്തം അവസാനിച്ചിരിക്കുകയാണ് ഇല്ലനിറയുടെ. ഏതായാലും ഈ ഒരു ചടങ്ങ് അതല്ലെങ്കിൽ ഇതൊരു ആചാരം എന്നുള്ളത് മനോജ് സൂചിപ്പിച്ച പോലെ തന്നെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നല്ല കൊയ്ത്ത്, നല്ല വിളവെടുപ്പുണ്ടാക്കാൻ, നല്ല വിള ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഓരോ കൃഷിയുടെ ഓരോ ഘട്ടവും പ്രാർത്ഥനയുമായി ദൈവവുമായി ക്ഷേത്രവുമായി ഒക്കെ ഇഴുകിച്ചേർന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ ആദ്യ കതിർക്കറ്റയും ഭഗവാന് തന്നെ കൊടുക്കുന്ന ചടങ്ങ്. സമൃദ്ധമായ പുണ്യ കാഴ്ചകളാണ് ഗുരുവായൂരിൽ നിന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നതും കൂടി. അവിടെ പോകാൻ കഴിയാത്ത നമ്മൾ അടക്കമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തത്സമയ ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ ഞങ്ങൾ നൽകിയിരുന്നു. അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിമര ചുവട്ടിൽ നിന്ന് കതിർക്കറ്റകൾ നിരയായി നാലമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ്, ചുറ്റമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ വരെ മാത്രമേ കാണിക്കാനും സാധിക്കില്ല. അതിനപ്പുറമുള്ള കാഴ്ചകൾ നമ്മൾ പലപ്പോഴും പുറത്തു നിന്നും പിന്നെ ക്യൂ നിന്ന് അകത്ത് പോയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു പുണ്യ ദർശനം തന്നെയാണ്. രാവിലെ ഗുരുവായൂരിൽ നിന്ന് ഇല്ലനിറയുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ ആയത്. തീർച്ചയായും. അപ്പോൾ മനോജാണ് വിവരങ്ങളുമായി ദൃശ്യങ്ങളുമായി വിപിനും ചേർന്നത്.